നിങ്ങളുടെ സാമീപ്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ മാത്രമല്ല, നിങ്ങളും ഈ വ്യക്തിയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം നിങ്ങൾക്ക് ഈ പേഴ്സണെ നിങ്ങൾക്കും മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സെയിം ഫീലിംഗ് ആണ് രണ്ടുപേർക്കും എന്ന് കാണുന്നുണ്ട്. യെസ്, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് കൺഫ്യൂസ്ഡ് ആണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരികെ വരാൻ കഴിയാത്തതിൽ അവർക്ക് ഒരുപാട് സങ്കടമുണ്ട്. അവർ എന്ത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത്? നിങ്ങളിലേക്ക് വരാനുള്ള ഓപ്ഷൻസ് അവരുടെ മുന്നിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഈ വ്യക്തിക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് മേ ബി അത് അവരുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്. മജീഷ്യൻ കാർഡ്, ഇൻഫിനിറ്റ് കണക്ഷൻ. ഓക്കെ, വീണ്ടും അത് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ മിറാക്കിൾസ് സംഭവിക്കാനുള്ള ചാൻസസ് ഒത്തിരി ഉണ്ട്. ആൻഡ് യെസ്, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ഈ പേഴ്സൺ ഇപ്പോൾ ഈ ചില സമയങ്ങളിൽ വ്യക്തിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് ആണ് നിങ്ങളെ കുറിച്ച് തോന്നുന്നതെങ്കിൽ അടുത്ത മൊമെന്റിൽ വീണ്ടും ആ ഒരു ഫീലിങ്സ് കുറഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ആ വ്യക്തിക്ക് അതിനു വേണ്ടിയുള്ള പ്രോബ്ലംസ് അവരുടെ ലൈഫിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഒരു ഡിസ്റ്റൻസ് അവരായിട്ട് തന്നെ റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർ വളരെ അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടോ പ്രോബ്ലംസിലേക്ക് അവർ സ്റ്റക്കായി പോകുന്നതായിട്ടോ ഒക്കെയുള്ള സാഹചര്യം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് ഈ പേഴ്സന്റെ സാഹചര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നവർ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് പോലും ഓരോ നിമിഷത്തിലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഒരുപാട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, തീർച്ചയായിട്ടും നിങ്ങളോട് പറയാത്ത അല്ലെങ്കിൽ നിങ്ങൾ അറിയാത്ത അത്രയധികമായിട്ടുള്ള ഒരു പ്രണയം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. മേ ബി അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല, കറക്റ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ പറയാൻ കഴിയുന്നില്ല. അവർക്ക് നിങ്ങളെ എന്താണ് ഒരു അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ പാരൻസിന്റെ സ്നേഹം എങ്ങനെയാണോ കുട്ടികൾക്ക് ഉണ്ടാകുന്നത് അതുപോലുള്ള ഒരു സ്നേഹമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. നിങ്ങളെ അത്രയധികം ആയിട്ടുള്ള ഒരു അവരുടെ ഹൃദയത്തിൽ അത്രയധികം സ്ഥാനം അവർ നൽകിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ലൈഫിൽ നിന്നും നിങ്ങളെ പോലുള്ള ഒരു വ്യക്തിയെ ഒഴിവാക്കാനോ മിസ് ചെയ്യാനോ അവർ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, യെസ്, ഈ ഒരു മെമ്മറി അവർക്ക് ഒരിക്കലും ലൈഫിൽ നിന്നും മാറിപ്പോകുന്നതല്ല. നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റഡ് ആകുന്ന ഓരോ നിമിഷവും അവരുടെ ഉള്ളിൽ നിന്നും ആ ഒരു പ്രണയം കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് ഒരിക്കലും ഈ ഒരു സെപ്പറേഷനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അത്രയധികം ഒരു സങ്കടം അവർക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. അവർ ലൈഫിൽ ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. മേ ബി അവർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉള്ള ഒരു കരിയർ ഉള്ള വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിലേക്ക് കൂടുതലായിട്ട് അവർക്ക് അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ തരാൻ പറ്റുന്നില്ലായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റ് നൽകാത്തത് എന്ന് കാണുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നാലും എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നാലും അവര് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ അത്രയധികം മൂല്യമുള്ളതായിട്ടാണ് കാണുന്നത്. അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. ഏതൊരു ബിസി ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. യെസ്, ഡെഫിനറ്റ്ലി ആ വ്യക്തി ഒരു പ്രണയബന്ധം മാത്രമല്ല ആഗ്രഹിക്കുന്നത്, നിങ്ങളുമായിട്ടുള്ള ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ്. അതായത് നിങ്ങളെ വിവാഹം ചെയ്ത് ലൈഫ് സ്പെൻഡ് ചെയ്യാനും ഫാമിലി കുട്ടികൾ ഒക്കെ ആയിട്ട് ഒരു ഹാപ്പി ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ നേരിൽ കാണാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത്. നിങ്ങളെ അവർ നേരിട്ട് കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ടിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളെ നേരിൽ കാണണമെന്ന്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതും നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട്
കണ്ടുമുട്ടിയ ആ ഒരു സമയം മുതലായിരിക്കും നിങ്ങളൊരു റിലേഷൻഷിപ്പിലായി മാറിയത്. ഓക്കെ, അങ്ങനെയുള്ള ഒരു എനർജിയും ലഭിക്കുന്നുണ്ട് വളരെ കുറച്ച് പേർക്ക്. ഓക്കെ, അപ്പോൾ എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാമീപ്യം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് ഒരു ആക്ഷനും എടുക്കാൻ കഴിയുന്നില്ലായിരിക്കാം. അവർ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം. ഡെഫിനറ്റ്ലി അവരുടെ ലൈഫിൽ അവർക്ക് ഒരു ഫിനാൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ഒരു ഫിനാൻഷ്യൽ കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരിക്കണം. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിരുന്നിരിക്കണം. അവർക്ക് ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ അവരുടെ ലൈഫിൽ ഉണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ പോലും അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരിക്കലും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. നിങ്ങളെ എപ്പോഴും നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധം ചേർത്ത് പിടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. യെസ്, ഒരു റീബർത്ത് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിലെ ഒരു ന്യൂ ബിഗിനിങ് ആണ് ആഗ്രഹിക്കുന്നത്. ഇത്രയും നാളും അവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് ഒന്നും നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർത്ത് അവർ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർ തികച്ചും ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ലൈഫിൽ സാഹചര്യങ്ങൾ കൊണ്ട് പോലും അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോട് അവർക്ക് പല കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട്, നിങ്ങളോട് തുറന്നു പറയാനുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഈ ഒരു സങ്കടകരമായിട്ടുള്ള സാഹചര്യങ്ങൾ, ആ ഒരു സങ്കടം അവർക്ക് നിങ്ങളോട് തുറന്നു പറയാമായിരുന്നു. അവരുടെ ജീവിത പ്രശ്നങ്ങൾ നിങ്ങളോട് പറയാമായിരുന്നു എന്നെല്ലാമുള്ള ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിൽ. എന്തൊക്കെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും അവരിപ്പോൾ തയ്യാറാണ്. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ പോലും അവർ തയ്യാറാണെന്നാണ് കാണുന്നത്. ഒരു റീബർത്ത് ഉണ്ടാവണമെന്ന് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സാമീപ്യം അവരെത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ ഒരു ശൂന്യതയിലാണ് അല്ലെങ്കിൽ ഒരു ഡാർക്ക്നെസ്സിലാണ് എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വലിയ മാറ്റമാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണോ ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒത്തിരി മാറ്റങ്ങളാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന നിമിഷങ്ങളാണ്. ഇപ്പോൾ ഒരു ഇരുട്ടിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സങ്കടത്തിലാണെന്നൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും മാറും. ഏത് സാഹചര്യവും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് കാണുന്നത്. അത് ആ ഒരു ചേഞ്ചിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളിൽ പലരും ഏഞ്ചൽ നമ്പേഴ്സ് ഒക്കെ കാണുന്നുണ്ടാവാം. തീർച്ചയായിട്ടും അത് നിങ്ങളിൽ ഉണ്ടാവുന്ന ഈ ഒരു മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഓക്കെ.